ജിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ പ്രസംഗത്തിനുള്ള മറുപടി പറയും എന്നുള്ളതാണ്. ഇന്നലെ ലോക്സഭയിൽ നാം കണ്ടതാണ്. അതായത് പൊളിച്ചടുക്കി അതൊരു ഒരു മാസ്റ്റർ പീസ് രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരുന്നു. എന്തൊക്കെ ക്ലെയിംസ് ആണ്, ഹീറോ സീറോ പ്രയോഗവും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇന്നിപ്പോൾ രാജ്യസഭയിൽ എന്താകും എന്നുള്ളതായിരിക്കും അല്ലെ ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതും രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളെ തന്നെയാണ്. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചകൾക്കൊടുവിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുക. തീർച്ചയായും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കണ്ടതിന് സമാനമായി സർക്കാരിന്റെ നയങ്ങളും വികസന അജണ്ടകൾക്കുമൊപ്പം തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയപരമായ നിലപാടുകളും പ്രതിപക്ഷത്തിനുള്ള മറുപടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കേണ്ടതുണ്ട്. അംഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം അവരുടെ പ്രസംഗങ്ങൾ അവസാനിച്ചതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവ് രാഹുലിനും വളരെ കൃത്യമായ രാഷ്ട്രീയപരമായ മറുപടി കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. 99 സീറ്റുകൾ നേടിയിട്ടുള്ള കോൺഗ്രസ് അതൊരു കഥ പോലെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 100-ൽ 99 അല്ല, 543-ൽ 99 കോൺഗ്രസ് നേടിയത് എന്ന ബോധ്യം കോൺഗ്രസിനുണ്ടാകണം. ഘടകകക്ഷികളുടെ ഫലത്തിൽ കോൺഗ്രസ് ആളാകരുത് എന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞു വെച്ചിരുന്നു. ഒപ്പം ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനവും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സനാതനധർമ്മം കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇത്തരത്തിൽ അധിക്ഷേപിച്ചത്. അതിന് ജനങ്ങൾ മറുപടി നൽകും എന്നുള്ളതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ ഇന്ന് രാജ്യസഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ശക്തമായ മറുപടി പ്രസംഗം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെ ഈ രാജ്യസഭയും ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയും. ഇന്നലെ നടപടികൾ പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരുന്നു. അതായത് ഇന്നത്തോടുകൂടി പാർലമെന്റിന്റെ ഈ ഒരു സമ്മേളന കാലയളവ് അവസാനിക്കുകയാണ്. ഈ മാസം പകുതിക്ക് ശേഷം ഏകദേശം 22-ന് ശേഷം വീണ്ടും പാർലമെന്റ് സമ്മേളനം ആരംഭിക്കും. അതിൽ ബജറ്റ് അവതരണം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പാർലമെന്റ് അല്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ള വിവരം. ഏതായാലും ഇന്നത്തോടുകൂടി പാർലമെന്റ് സമ്മേളനം അവസാനിക്കുകയാണ്. രാജ്യസഭയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകും. അതിനൊപ്പം മറ്റൊരു വാർത്ത ശ്രദ്ധേയമാകുന്നത് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നിന്നാണ്. അവിടെ തിക്കിലും തിരക്കിലും പെട്ട് കഴിഞ്ഞ ദിവസം വലിയ അപകടം സംഭവിച്ചിരുന്നു. 121 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.